അപ്പോൾ മഴയുടെ വിശേഷം തലസ്ഥാനത്ത് കൂടി അറിയണം അല്ലേ? മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും സ്ഥിതിവിശേഷം നമ്മൾ അറിഞ്ഞു. അപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയിൽ തെളിഞ്ഞ മുഖവുമായി നമ്മുടെ പ്രതിനിധി ശ്യാം അവിടെ തയ്യാറാണ്. ശ്യാം, തലസ്ഥാനത്ത് എന്താണ് മഴ മുന്നറിയിപ്പുള്ളത്? ഒപ്പം എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ, എന്തൊക്കെ മുൻകരുതലുകളാണ് തലസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത്? അശ്വതി, വിനോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കൊച്ചിയിലും കോഴിക്കോടും കണ്ടതിനെക്കാട്ടിലും സ്ഥിതി വ്യത്യസ്തമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്നാൽ ഈ മണിക്കൂറുകളിൽ അങ്ങനെ പറയേണ്ടി വന്നാലും വരും മണിക്കൂറുകളിലെല്ലാം തന്നെ ഈ ഒരു അന്തരീക്ഷം മാറിമറിയുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇപ്പോൾ മേഘാവൃതമായ അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിലെല്ലാം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്നാൽ തന്നെ മറ്റ് മുന്നറിയിപ്പുകളൊന്നും തന്നെ ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുമില്ല. വരും മണിക്കൂറുകളിൽ ചിലപ്പോൾ ഈ സ്ഥിതിയിൽ മാറ്റമുണ്ടാകാനും സാധ്യതയുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടിയും രാവിലെ പുലർച്ചയോടുകൂടിയും തന്നെ തലസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇടവിട്ടുള്ള മഴ ശക്തമായിരുന്നു. അതിതീവ്ര മഴ തന്നെയാണ് പല ഭാഗങ്ങളിലും ചില മണിക്കൂറുകളിൽ നേരം ശക്തമായി പെയ്യുന്നത് ലഭിക്കുന്നത്. എന്തായാലും ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് അതായത് ശക്തമായ നീരൊഴുക്ക് ഇപ്പോൾ തുടരുകയുമാണ്. പ്രധാനമായും ഇങ്ങനെ മുന്നറിയിപ്പുകളില്ലെങ്കിലും തലസ്ഥാന നഗരിയിലും അതായത് തെക്കൻ കേരളത്തിലും മഴ ശക്തമായി തന്നെയാണ് പുരോഗമിക്കുന്നത്. വരും മണിക്കൂറുകളിലെല്ലാം തന്നെ ഈ അലർട്ടുകളിലെല്ലാം തന്നെ മാറ്റമുണ്ടാകാറുണ്ട്. നിലവിൽ മഴ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തന്നെ നിലവിൽ സജ്ജീകരണ പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും എല്ലാം തന്നെ സജീവമായി തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. നിലവിൽ നമുക്കറിയാം തമ്പാനൂരും കിഴക്കേക്കോട്ടയിലുമെല്ലാം തന്നെ മഴ പെയ്താൽ ശക്തമായ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ സാധ്യതയും വെള്ളപ്പൊക്കവും നിലനിന്നിരുന്ന പ്രദേശങ്ങളിൽ ഇന്ന് പല ഭാഗങ്ങളിലും വെള്ളം ഒഴുകിപ്പോകുന്ന കാഴ്ചകളുണ്ട്. ഇത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ വലിയൊരു തെളിവ് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും ഇത്തരത്തിൽ നേരത്തെ തന്നെ മഴ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഓടകളും കനാലുകളുമെല്ലാം തന്നെ ക്ലീൻ ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കോർപ്പറേഷനും ഒപ്പം തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ നടന്നിരുന്നു. കോർപ്പറേഷൻ മുൻകൈയെടുത്തായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. അതിനാൽ തന്നെ തലസ്ഥാനത്തെ ഏറ്റവും തലവേദന സൃഷ്ടിക്കുന്ന തമ്പാനൂർ കിഴക്കേക്കോട്ട ഭാഗങ്ങളിലൊന്നും തന്നെ വെള്ളക്കെട്ട് ഈ സമയങ്ങളിലൊന്നും തന്നെ പ്രകടമല്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ തെക്കൻ കേരളത്തിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. പ്രധാനമായും 10 മണിയോടുകൂടി തന്നെ ഈ കാലാവസ്ഥയിലെ ഈ അലർട്ടുകളിലെല്ലാം തന്നെ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തലസ്ഥാന നഗരിയിലേക്കും പ്രധാനമായ അലർട്ടുകൾ നിലവിൽ വരികയും ചെയ്യും. എന്തായാലും നിലവിൽ ഈയൊരു മണിക്കൂറുകൾ കടന്നു പോകുമ്പോൾ മേഘാവൃതമായ അന്തരീക്ഷമാണെങ്കിലും നിലവിൽ മറ്റ് ഒറ്റപ്പെട്ട മഴ റിപ്പോർട്ടുകളൊന്നും തന്നെ തലസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. വിനോദ്, അശ്വതി.